ശ്രീ ജലീൽ, മത തീവ്രവാദ ശക്തികൾ വിചാരിച്ചാൽ ഒരു ക്ഷേത്രത്തിന് പൂട്ടിടാൻ കഴിയുമെന്നാണ് നെയ്യാറ്റിൻകരയിലെ സംഭവം തെളിയിക്കുന്നത്. ഒരു മതേതര സർക്കാർ, അതിൻ്റെ കീഴിലുള്ള ഒരു നഗരസഭ, അത് CPMന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളതാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? അതും SDPI നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഒരു ശിവക്ഷേത്രം പൂട്ടിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? താങ്കളുടെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? വിചാരിച്ചാലും കേരളത്തിലെ ഒരു അമ്പലമോ അതുപോലെ ഒരു പള്ളിയോ ഒരു ചർച്ചോ പൂട്ടിക്കാൻ സാധിക്കില്ല. എല്ലാ വിശ്വാസങ്ങളെയും, അമ്പലങ്ങളായാലും പള്ളികളായാലും ചർച്ചുകളായാലും, ആ വിശ്വാസങ്ങളെ മാനിക്കുകയും അവർക്കതേ ഇഷ്ടം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന, ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ജീവത്യാഗം ചെയ്ത ഒരു പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്യാറ്റിൻകരയിലെ സംഭവത്തെ സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് അത് പൂട്ടിയതെന്നാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഒരു പരാതി ഉണ്ടായാൽ ആ പരാതിയുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിന്, അത് നാളെ BJP ഭരിച്ചാൽ ആ സർക്കാരിനും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടതായി വരും. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ആ പ്രദേശത്ത് കുറച്ച് VHPക്കാർക്ക് അസ്വസ്ഥതയുണ്ടായി എന്നുള്ളതിനപ്പുറം അത് അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ഇത്തരം വിഷയങ്ങളിൽ ഒരു താല്പര്യവുമില്ല. ശ്രീ ജലീൽ പുനലൂർ, ഈ ചർച്ചയുടെ തുടക്കം നമ്മൾ അവിടുത്തെ ഭക്തരായ ആളുകളുടെ അവരുടെ അഭിപ്രായം, അവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഒരു വയസ്സായ ഒരു ഭക്ത, ഒരു അമ്മ വന്ന് പറയുകയാണ്, ഈ ക്ഷേത്രം പൂട്ടാൻ വന്നപ്പോൾ ഇവിടെ നിത്യവും പൂജ നടക്കുന്ന ഇടമാണ്, ഞങ്ങൾക്ക് ആരാധനയുള്ള സ്ഥലമാണ്, അവിടെ പൂജ നടത്താൻ പോറ്റി വരുന്ന സ്ഥലമാണ്, ഇത് ദയവ് ചെയ്ത് പൂട്ടിപ്പോകല്ലേ എന്ന് ആ അമ്മ കരഞ്ഞു കാല് പിടിക്കുന്നുണ്ട്. അത് ചെവിക്കൊള്ളാതെയാണ് ഇത്തരത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രം പൂട്ടുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. നോക്കൂ, കേരളത്തിന്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയം ഒരു നഗരസഭാ സെക്രട്ടറി മാത്രം തീരുമാനിച്ച് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഭരണസമിതിയുടെ അഭിപ്രായം ആരായാതെ, ഭരണസമിതിയുടെ നിലപാട് അറിയാതെ ഇത്തരത്തിൽ ഒരു നഗരസഭാ സെക്രട്ടറി സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കും എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? അല്ല, ബാലരാമപുരം ആറാലുമൂട് ശിവപുരത്തുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളിപ്പോ ഉയർത്തുന്ന ഈ വാദം കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു വികാരമായോ ഒരു പൊതു ആവശ്യമായിട്ടോ ആരും കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഈ വാർത്ത വന്നിട്ടുള്ളത് ജനം TV-യിലാണ്. ജനം TV ഒരു അമ്മയെ കൊണ്ടുവന്നാൽ അത് ജനം TV പ്രശ്നമുണ്ട്. ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ ഒരു മാധ്യമ രീതിയുണ്ട്, ഒരു ഇടത് വലത് നിലപാടുകളുണ്ട്. ഹിന്ദുവിന് ഒരു പ്രശ്നം വരുമ്പോൾ അത് പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കുകയും മറ്റ് മതസ്ഥർക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം മതസ്ഥരെ സംബന്ധിച്ച ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരു മാധ്യമ അജണ്ട കഴിഞ്ഞ കുറേ ദശകങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇടത് വലത് രാഷ്ട്രീയ മുന്നണികളും ഈ കാര്യത്തിൽ അനുവർത്തിക്കുന്ന നിലപാട്. അന്നും ഇന്നും എപ്പോഴും ഈ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നത്, ഹിന്ദുവിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നത് ഹൈന്ദവ സംഘടനകൾ മാത്രമാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോലും ആദ്യത്തെ വാർത്ത നൽകുന്നത് ജനം TV-യാണ്. അതുകൊണ്ട് തന്നെ ജനം TV-യുടേത് ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് താങ്കൾ പറഞ്ഞു വെക്കരുത് എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ 4 പേരാണ് സംസാരിക്കുന്നത്. ആ 4 പേരും വാദോരാതെ സംസാരിക്കുകയും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികതയാണ്. TV ജനമാണ്, അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു. നിങ്ങളുടെ പക്ഷം ആത്യന്തികമായിട്ട് വിജയിക്കണം എന്നുള്ളത് നിങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിനെയും ഞാൻ ആദരിക്കുന്നു. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ആങ്കർ ഇത്തരത്തിൽ ഇടപെടുന്നത് അനുചിതമാണ്. അതൊരു മാധ്യമ രംഗത്തിന് ഭൂഷണമല്ല. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. താങ്കൾ ഈ പറയുന്ന ഹിന്ദു വികാരം അത് കുറച്ച് BJPക്കാർക്ക് മാത്രമുള്ള ഒരു വികാരം, മുസ്ലിം വികാരം കുറച്ച് SDPIക്കാർക്ക് മാത്രം ഉള്ള ഒരു വികാരമാണ്. അത് കുറച്ച് മുസ്ലിം വികാരം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കുറച്ച് SDPIക്കാർക്കോ പോപ്പുലർ ഫ്രണ്ടുകാർക്കോ ആണ്. പക്ഷേ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും താങ്കൾ പറഞ്ഞ പൊതുവികാരവും പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ദാരിദ്ര്യമാണ്, അവരുടെ പുരോഗതിയാണ്, പെട്രോളിന്റെ വില കൂടുന്നതാണ്, വിലക്കയറ്റമാണ്,
കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതും ലഭിക്കാത്തതുമാണ്, പൊതുജനാരോഗ്യ മേഖലയുടെ സമ്പുഷ്ടീകരണമാണ്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും ജനൻ TV ഇത്തരം ഡിബേറ്റുകളിൽ ചർച്ച ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് അവിടെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലെ ശ്രീ ജലീൽ അങ്ങനെ പറഞ്ഞു പോകരുത്. ഒരു മനുഷ്യനെ ബാധിക്കുന്ന, ഒരു സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ജനൻ TV കൈകാര്യം ചെയ്യാറുണ്ട്, ചർച്ച ചെയ്തു പോകാറുണ്ട്. താങ്കൾ ഇതിനെ ഈ വർഗീയമായ കാഴ്ചപ്പാടോടുകൂടി മാത്രം സമീപിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്നുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പക്ഷെ തീർച്ചയായിട്ടും പൊതുജനത്തിനെ സംബന്ധിച്ച്, വിശേഷിച്ച് വിദ്യാസമ്പന്നനായ കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ച്, ഒരുപക്ഷെ വിദ്യാസമ്പന്നനായ ജേർണലിസ്റ്റായ താങ്കളുടെ മനസാക്ഷി പോലും പറയുന്നുണ്ടാകാം, വർത്തമാന കാലത്ത്, ആധുനിക കാലത്ത് ഇത്തരം താല്പര്യങ്ങളെക്കാൾ ജനത്തിന്, സമൂഹത്തിന്, അത് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് പോലും താല്പര്യപ്പെടുന്നത് ഇതല്ല. അത് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നു, അവിടുത്തെ ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ഏതെങ്കിലും വികാരം വ്രണപ്പെടുന്നുവെങ്കിൽ ആ വ്രണപ്പെടുന്ന വികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അത് ഈ പറയപ്പെടുന്നത് പോലെ 40-40 വർഷങ്ങൾക്ക് മുമ്പ് പൊതുകുളമായിരുന്ന ഒരു സ്ഥലം, എന്റെ അറിവിൽപ്പെട്ടിടത്തോളം സത്യമായിരിക്കാം അസത്യമായിരിക്കാം, പൊതുകുളമായിരുന്ന പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലം കുറേശ്ശെ നികത്തിക്കൊണ്ടുവരികയും അത് സ്വകാര്യ വ്യക്തികളുടെ കൈവശമാകുകയും അതിനോട് ക്ഷേത്ര സന്നിധിയുടെ രൂപം ചില ആളുകൾ കൊടുക്കുകയും ചെയ്താൽ, അതിനെ ആരെങ്കിലും അതിനെതിരായിട്ട് പരാതിപ്പെട്ടാൽ ആ പരാതിയുടെ മെറിറ്റ് നോക്കി, അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല, വിധി വന്നിട്ടില്ല, അതിന്റെ മെറിറ്റ് നോക്കി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് BJP ഭരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇതിനപ്പുറമൊന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ചെയ്തിട്ടില്ല, തിരുവനന്തപുരം കോർപ്പറേഷനും ചെയ്തിട്ടില്ല. ഇനി മറ്റൊന്നും കൂടി നിങ്ങളോട് പറയാനുള്ളത്, നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിലാണ് ശ്രീ ജലീൽ പുനലൂർ. തീർച്ചയായിട്ടും SDPI എന്ന് പറയുന്നത് ഓലപ്പാമ്പിനെ കാട്ടിയിട്ട് ഇന്നാട്ടിലെ മതനിരപേക്ഷ സമൂഹത്തെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയോ ഇടതുപക്ഷത്തെയോ നിങ്ങൾ ചാർജ് ചെയ്യപ്പെടേണ്ടതില്ല. അതൊരു ഒക്കച്ചങ്ങായിയാണ്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ കാര്യമല്ലേ പറയുന്നത്? അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ഈ മിനിയാന്ന് കാസർഗോഡ് ഉണ്ടായ ഒരു സംഭവം താങ്കൾക്ക് അറിയാമോ? ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടി SDPI പ്രവർത്തകർ തടഞ്ഞ സംഭവം അങ്ങേക്ക് അറിയാമോ? എത്ര ബാലിശമായ കാര്യമാണ് താങ്കൾ പറയുന്നത്. ഹരിതചട്ടം പാലിക്കാൻ കുടുംബശ്രീ മിഷനും ശുചിത്വ മിഷനും കൂടി ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. അവിടെ ജുമാ നമസ്കാരത്തിനിടയിൽ ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 50ഓളം വരുന്ന SDPI പ്രവർത്തകർ അവിടെ കൂടി നിന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ സ്ത്രീകളുടെ നേർക്ക് ആക്രോശിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഈ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. ഇതിൽ എന്ത് നിലപാട് CPM എടുത്തു, എന്ത് നിലപാട് DYFI എടുത്തു? അവിടെ നിങ്ങളുടെ ആ ഒരു ബോധം എവിടെ പോയി? നോക്കൂ, ഞാൻ ജീവിക്കുന്നത് പുനലൂരിനടുത്ത വെഞ്ചേമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എന്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് വെഞ്ചേമ്പ് ശിവക്ഷേത്രമാണ്. ഈ ശിവക്ഷേത്രത്തിൽ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ സപ്താഹ മഹായജ്ഞം താങ്കൾക്ക് ഞാൻ പഠിപ്പിക്കണ്ടല്ലോ, ആ പാരായണം പോലും, സന്ധ്യാസമയത്തുള്ള ആ പാരായണം പോലും നിർത്തിവെച്ച് ആദരവ് പ്രകടിപ്പിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിം സഹോദരൻ അവിടെ മരണപ്പെട്ടു. രാമായണ പാരായണം ഒരു 15 നിമിഷ നേരത്തേക്ക് നിർത്തിവെച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു ആദരവാണ്, ഒരു മാന്യതയാണ്. അത് മഹനീയമായ ഹൈന്ദവ ദർശനത്തിന്റെ ഒരു മാനവികതയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമാനമായി മതപ്രസംഗ പരമ്പരകൾ ഇവിടെ പള്ളികളിൽ നടക്കാറുണ്ട്. ഒരുപക്ഷെ അമ്പലത്തിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് അത് നിർത്തി ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത്. അത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരും 10, 40, 50, 60 വർഷം ഇത്തരത്തിലുള്ള ഈ ഹിന്ദു സംസ്കാരം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ പ്രകോപനങ്ങൾ ഹൈന്ദവ സമുദായത്തിന് നേർക്ക്, ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് നേർക്ക് ഉണ്ടായിട്ടും ഈ നാട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതിന്റെ ഒരു കാരണം അങ്ങ് പറഞ്ഞതുപോലെ ആ ഹൈന്ദവ ജനതയുടെ മഹാമനസ്കതയാണ്.